ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും റഫ്സീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി അല്ലേ. അത് എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വേണ്ടേ, ഒരു ടിപ്പ് വേണ്ടല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിൽ തന്നെ ആദ്യം തന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളമെല്ലാം ഊറ്റിയിട്ടൊന്ന് വെക്കുക. ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ക്വയറായിട്ടുള്ള ഒരു പാത്രത്തിൽ, ഏത് പാത്രമായാലും കുഴപ്പമില്ല, 10 റൗണ്ടായാലും കുഴപ്പമില്ല, അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നിരപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാനിവിടെ ഒരു സ്ക്വയറായിട്ടുള്ള ബോക്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട വന്ന്, അതായത് ഫ്രീസറിൽ ഇതൊന്ന് കട്ടയാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും എല്ലാവർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന 2 സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി അല്ലേ. അത് ദിവസം ഇങ്ങനെ എടുത്ത് ചതക്കി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കുക്കിംഗ് ഏറ്റവും എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള വിചാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഉള്ളി മുറിക്കണ്ടേ, വെളുത്തുള്ളി ഇഞ്ചി ചതുക്കണ്ടേ, അങ്ങനെയല്ലേ. ഇനി ഇതെല്ലാം എളുപ്പമാണ് കേട്ടോ. ഇത് ഞാനിവിടെ 2 ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ വരെ കട്ടയാകുന്നത് വരെ ഒന്ന് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ അങ്ങനെ ഒരു മൂടിയിട്ടിട്ട് അടച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ വെള്ളം വന്നാളിയും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെച്ച് ഫ്രീസറിൽ വെച്ച് കൊടുത്ത് 4 മണിക്കൂറിന് ശേഷം 4-5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത ഒരു ഇതാണ് ഇത്. ഇതിൽ അടിയിലൊന്ന് വെള്ളമാക്കി കൊടുക്കുക. മൂടിയോടെ തന്നെ നമ്മൾ ഒന്ന് നമ്മൾ ഇത് വിട്ട് വരണമല്ലോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, അതിന് വേണ്ടിയിട്ട് ഒന്ന് അതിന് വേണ്ടിയിട്ട് ഒന്ന് അടിയിലെല്ലാം ഒന്ന് വെള്ളം ആക്കി കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് കൈമലിങ്ങനെ എടുത്തിട്ട് ഇടാൻ കഴിയും. പെട്ടെന്ന് തന്നെ വരും കേട്ടോ, വിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുക. അതായത് ഞാനിവിടെ ഒരു സ്ക്വയർ പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ 2 ബോക്സിലുള്ളതും നിങ്ങൾ കണ്ടില്ല, നേരത്തെ ഞാൻ 2 ബോക്സ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ബോക്സ് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചെടുക്കാൻ വേണ്ടി പോകുക. അത് സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും, എത്രയും നിങ്ങൾ ഓരോരോ കറിക്കിടുന്ന ആ അളവിനനുസരിച്ചിട്ട് വെക്കുക. അല്ലെങ്കിൽ നല്ല ചെറിയ പീസ് വേണമെങ്കിൽ നല്ല ചെറിയ പീസാക്കിയിട്ട് വെക്കുക. ഇതിങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കി വെക്കുക. ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ, അതായത് ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് വേഗം ഇത് വിട്ട് വരിക. ഒരു പ്രയാസവും നമുക്കിങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു പ്രയാസവും ഇല്ല. ബിരിയാണിയെല്ലാം നമ്മൾ എന്തായാലും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പം നമുക്ക് വളരെ ഉപകാരപ്പെടും. അതുപോലെ ഇത് ചീത്തയൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും വെക്കുക. ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ആവില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ കളറ് മാറുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ ഫ്രീസറിലാണല്ലോ വെക്കുന്നത്, താഴെ വെക്കാതെ അതായത് ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കാതെ നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണേ. എന്നാലാണ് നന്നായിട്ട് ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഏകദേശം ഞാനിതാ എല്ലാം ഇങ്ങനെ തന്നെ സ്മോൾ പീസുകളാക്കിയിട്ടും ബിഗ് ആക്കിയിട്ടും, അല്ല ബിഗ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ആക്കുന്നത്. അപ്പോൾ ഏതാ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്തിട്ട് ഈ ക്യൂബ്സ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാൻ ആവശ്യത്തിന് നമുക്ക് ഓരോന്നാക്കിയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുക. ഇതിങ്ങനെ ഒന്നോടൊന്ന് തട്ടാതെ തന്നെ ഉണ്ടാവും. ഓരോ ക്യൂബ്സ് ആക്കി നമ്മൾ എത്ര ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും ഇത് കട്ട പിടിക്കൂല. നമുക്ക് ഓരോ ക്യൂബ്സ് ആക്കിയിട്ട് തന്നെ ഇതായിട്ട് വേറെ വേറെ ആയിട്ട് കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയല്ലേ ഇത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ തണ്ടെടുത്തിട്ട് കളയണം. തണ്ടെടുത്തിട്ട് കളഞ്ഞിട്ട് ഒരു കുപ്പിയിലോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കാത്തായിരിക്കും നല്ലത്. നമ്മളെ കുപ്പി ഇല്ലേ മറ്റേ പൊളിയുന്നത്, അതിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഒന്നും ആവില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. ഇത് ഒരു കേടും വരില്ല പച്ചമുളകിന്. അതായത് നമുക്ക് ഒരു മാസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടുതലെല്ലാം ഉണ്ടാകുമ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് എളുപ്പമായി കിട്ടും കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അന്നേരം വേഗം ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഇത്, ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക്. അതുപോലെ തന്നെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് സൂക്ഷിച്ച് വെക്കരുത്, വേഗം കേടായിപ്പോവും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില തണ്ടിൽ നിന്നും വേർതിരിച്ചിട്ട്
വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഒന്നുമില്ല, കുറേ നാളത്തേക്ക് തന്നെ ഇതും ഒരു സംഭവം ആവില്ല, പിന്നെ ഒന്നും കേടുകൂടുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കി വെക്കുക. തണ്ടോട് കൂടിയിട്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അങ്ങനെ നിൽക്കും, ഒരാഴ്ച ഒന്നരാഴ്ച അങ്ങനെ, പിന്നെ അതങ്ങനെ അങ്ങ് കേട് വരാൻ തുടങ്ങും. എൻ്റെ ഒരു അനുഭവം പറയാമെന്ന് കേട്ടോ. അത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വരെ ഒന്നും ആവാതെ നിൽക്കലുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ മുറിക്കാൻ എല്ലാവർക്കും മടിയാന്നല്ല, എനിക്കും മടിയാന്ന് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മുറിക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. നമ്മൾ 2 ഭാഗത്തുള്ള സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എന്താക്കുക, ഒരു വലിയ പീസാക്കിയിട്ട് ഇതാ ഇങ്ങനെ റൗണ്ടിൽ തന്നെ ഒരു പൈനാപ്പിൾ ഒരു 3 പിന്നെ പീസാക്കിയിട്ട് എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റുമായിട്ടൊന്ന് കത്തി കൊണ്ട് വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ പൈനാപ്പിൾ പിന്നെ മുറിച്ച് കിട്ടാവുന്നതാണ്. ഇത് ഒരു ഈസി ടിപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയല്ലേ. അപ്പം നമുക്ക് ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജ്യൂസ് അടിക്കാനും സാലഡ് ഉണ്ടാക്കാനൊക്കെ ഇതൊരു ഉപകാരമുള്ളൊരു ടിപ്പ് തന്നെയാണ്. അധികം ആൾക്കാർ ചെയ്യുന്നൊരു ടിപ്പ് തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എന്നത്തെ ഇത് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി മുറിക്കുമ്പോൾ എല്ലാവർക്കും കണ്ണെന്ന് വെള്ളം വരും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ തൊലി പൊളിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിലായിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഒന്ന് കുറച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ കണ്ണെന്ന് വെള്ളം വരില്ലേ. ഇനി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് മീനിനും കുറച്ച് കോൺഫ്ലോർ മസാല തേക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ പൊടിയാതെ കിട്ടുമേ. ഇനി കറിയിൽ നമുക്ക് ഉപ്പ് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഒരു സവാളയോ ഒരു ഉരുളക്കിഴങ്ങോ മൊത്തമായിട്ട് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിൻ്റെ ഉപ്പെല്ലാം കുറഞ്ഞ് കിട്ടുമേ. ഇനി നമ്മളെ മുട്ട റോസ്റ്റും ബീഫ് റോസ്റ്റും എല്ലാം ഒന്ന് കളറ് വരാൻ നല്ല കളറൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന മസാലപ്പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറ് കിട്ടും നമുക്ക്. ഇനി പുളിപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിൻ്റെ പുളിപ്പൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ടിപ്സ് ഒരുപാടുണ്ട്, വേറൊരു വീഡിയോയിലേക്ക് ഇട്ട് തരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.